സകലമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സുഖപിതാവ് കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുകയും എന്നെ മാറ്റി നിർത്തുകയും ചെയ്തത് മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല, അവന് തക്കതായ തുണ ഉണ്ടാക്കുമെന്ന് അവൻ ലഭിച്ചത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യൻ കുടുംബ ജീവിതത്തിനെയും പ്രവേശിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ പവിത്രതയും വിശുദ്ധിയും ഈ ഭൂമിയെ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നവരാണ്. ആ വിശുദ്ധമായ പാരമ്പര്യത്തിൽ തന്നെ 2 ക്രൈസ്തവ ഭവനങ്ങളിൽ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ തിരിച്ചു വളർത്തപ്പെട്ട സനോജ്, ഡോന എന്നീ പ്രിയ മക്കൾക്ക് ഇന്ന് വിശുദ്ധ ഉടമ്പടി സൃഷ്ടിയിലൂടെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുത്തെ കൃപ നൽകി അനുഗ്രഹിക്കുന്നതുകൊണ്ടോ സ്തോത്രം. ഇന്നയോളം പ്രിയമക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തനായി കൂടെ ഇരുന്ന് അത്ഭുതമായി നടത്തുകയും പരിപാലിക്കുകയും സൃഷ്ടിക്കുകയും അവിടുത്തെ വരവേറിയ കരങ്ങളിൽ അനുവദിക്കുകയും ചെയ്യുന്നു. ദൈവത്തിലും തന്നെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈ വിവാഹ ഉടമ്പടി സൃഷ്ടിയിൽ പ്രവേശിക്കുവാനും ദൈവസന്നിധിയിലെടുക്കുന്ന പ്രതിജ്ഞകൾ വിശ്വാസതയോടെ പാലിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെട്ട ക്രൈസ്തവ കുടുംബ ജീവിതം നയിക്കാനും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവിനാൽ മാത്രം പ്രകാശിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടികൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നു കടാകൃത ഡിസ്ട്രിക്ട് സഭാധ്യക്ഷമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സൂരി അച്ഛനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സൃഷ്ടിക്ക് കാർമ്മികം വഹിക്കുന്ന സ്വാഗതം. സദാ സൃഷ്ടികരായി എന്ന വ്യക്തികളായിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കായും അവിടെ നമുക്ക് വാഴ്ത്തുന്നു. ഇന്ന് ബന്ധുക്കളായി, സഹോദരങ്ങളായി, കുടുംബാംഗങ്ങളായി, മാതാപിതാക്കളായി ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരുടെയും സാന്നിധ്യം ഈ പ്രിയ മക്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന സ്വാഗതം. മനോഹരമായ ഗാനങ്ങൾ ആരംഭിച്ച് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആത്മാവുണ്ടാൽ ബലപ്പെടുത്തുന്നത് ഫോട്ടോഗ്രാഫേഴ്സ്, മറ്റ് ഇതിന സൃഷ്ടിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരുടെ പേരിലേക്കുന്ന ക്രമമുണ്ടായിരിക്കണം. ഈ തുടർന്നുള്ള ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുകയും ദൈവനാമത്തിന്റെ മഹത്വത്തിനും ഈ പ്രിയമക്കളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിനും നിദാനമായി ദൈവം സഹായിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ഗായകത്തോടൊപ്പം ചേർന്ന് എല്ലാവർക്കും ഈ പാർട്ടിഷിപ്പിന്റെ വോയിസ് നൽകി കേൾക്കാറുണ്ട്.
സെലവുകളെയും ഡോണാവിനെയും വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ഇത് വിവാഹപരമായ കരുതലുകളാണെന്ന് വിശുദ്ധാതികളിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് നമുക്ക് ശ്രമിക്കാം. സൃഷ്ടികാലത്തേക്ക് ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനിമിത്തം മനുഷ്യൻ അമ്മയെയും അമ്മയും കണ്ട് ഭാര്യയോട് തെറ്റ് ചെയ്യലും ഇരുവരും ഒരു ദൈവമായി തീരും. അതുകൊണ്ട് ഇവരും നേരാ കണ്ടതിന് വന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏകദേശങ്ങൾക്കായി കുടുംബജീവനം നിയമിക്കപ്പെട്ടു എന്ന് ഗൗരവപൂർവ്വം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനകളിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിനും അനർത്ഥത്തിനും പരസ്പരം ഉണ്ടാകേണ്ട ഐശ്വര്യ കൂട്ടായ്മയ്ക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിസഹിതമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വിഘടിക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടേണ്ടതിന് ദൈവത്തിന്റെ വീഴ്ചയ്ക്കായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് ഉറപ്പിക്കേണ്ടതിന് വിവാഹത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ട് മനുഷ്യ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശ്വാസതയിൽ പഠിപ്പിച്ചപ്പെടുവാനും സർവ്വത്തും ദ്രോണാമണിയും ഇവിടെ വാങ്ങിക്കുന്നു. അതിനാൽ സഭകൾ സ്വീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും അനുസൃതമായി ഇവർ തങ്ങൾ വിവാഹം ചെയ്യുക എന്നതിന് തക്ക കണ്ണം കാണിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. സരോജ് ഡോണാവിൽ വിവാഹത്തിൽ ഒന്നിച്ച് ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതിപ്പോൾ പറയണമെന്ന് ദൈവാത്മാവാകെ ഞാൻ നിങ്ങൾ ഇരുവരോട് നിഷ്കർഷമായി കൽപ്പിക്കുന്നു. പരിശുദ്ധിയുടെ മൂന്നാമത്തെ ഗീതം നിങ്ങളുടെ സുഖിക്കുവാനുണ്ടാകുന്ന അറിയിക്കുന്നതായിരുന്നു.
ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടതിനാലെ അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും ഉചിതമായി ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ. അങ്ങയുടെ ദിവ്യവികാരനെയോ സനോദിനെയും ഡോണ അനിനെയും അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇവർ ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങയുടെ ദൃഷ്ടിയിൽ എന്ന പോലെ പ്രവേശിക്കാനും തങ്ങൾ പരസ്പരം ചെയ്യുന്ന പ്രതിജ്ഞകൾ സത്യമായി പാലിക്കുവാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സനൂജ് ഡോണ അനിലാകുന്ന ഈ സ്ത്രീയെ നീ നിന്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ അപ്രകാരം ചെയ്യും. ഡോണ അനിൽ സനോജാകുന്ന ഈ പുരുഷനെ നീ നിന്റെ ഭർത്താവായി കൈക്കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവനെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും വിശ്വസ്തതയുള്ള ഭാര്യയായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ അപ്രകാരം ചെയ്യും. ഈ സമയത്ത് ഡോണയുടെ പിതാവ് മുമ്പോട്ട് വന്ന് മകളുടെ വിവാഹത്തിനായിട്ട് കൈപിടിച്ചു എന്നുള്ളതാണ്. സനോജ് പറഞ്ഞ സനോജ് ആകുന്ന ഡോണ അനിലാകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിചാരിക്കാനും എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഡോണ മൈക്ക് വാങ്ങിച്ചു. ഡോണ അനിലാകുന്ന ഞാൻ സനോജാകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ദൈവത്തിന്റെ
വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിചാരിക്കാനും എന്റെ ഭർത്താവായി ഏറ്റുകൊടുക്കും. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. സഭയായി ഞങ്ങൾ അതിന്റെ സാക്ഷികളും ആകുന്നു. ഈ താരിക വാഗ്ദത്തത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ താരിക വാഴ്ത്തണമേ. ഇവ കൊടുക്കുന്ന അങ്ങയുടെ മകനും ധരിക്കുന്ന അങ്ങയുടെ മകനും അങ്ങനെ നീ വിശുദ്ധയിൽ വസിക്കേണ്ടതിനും ഇവരുടെ ജീവകാലമൊക്കെയും മറ്റുപോകാത്ത സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപയണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും മറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ താലി ഞാൻ നിനക്ക് നൽകുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കും. നിത്യമായ വിശ്വസ്തതയുടെയും മറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ താലി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. എന്റെ കൂടെ ചേർന്ന് പറയാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സനോജും ഡോണയും തമ്മിൽ ദൈവത്തിന്റെ സന്നിധിയിലും ഈ സഭായോഗത്തിന്റെയും മുമ്പാകെ പരസ്പരം ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇവരിപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവകൃപയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തലവണക്കാം. നിങ്ങളെ കൂട്ടി പ്രാർത്ഥിക്കാം. ഒരു കുടുംബം കൂടെ ദൈവനിശ്ചയപ്രകാരം ഈ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്നു. സനോജും ഡോണയും ദൈവത്തിന്റെ സന്നിധിയിലും പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ഇവർ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി ദൈവം നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സനോജിന് ദൈവം നൽകിയ ഒരു സമ്മാനമാണ് ഡോണ. ഡോണയ്ക്ക് തന്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനം സനോജ്. അങ്ങനെ ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ പരസ്പരം ഭാരങ്ങൾ ചുമന്നുകൊണ്ട് അന്യോന്യം വിശ്വസ്തതയിലും സ്നേഹത്തിലും ജീവിതാന്ത്യം വരെയും ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് മാതൃകയുള്ള നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇവരുടെ മേൽ ആവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവരെ വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. നല്ല ക്രിസ്തീയ സാക്ഷ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ പ്രിയപ്പെട്ടവരിലൂടെ ദൈവം ഇടപെട്ടതുകൊണ്ട്
നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഇവർ വളർന്നു വന്ന ചുറ്റുപാടുകൾ, അധ്യാപകർ, അയൽക്കാർ, മറ്റ് ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇവരെ സ്വാധീനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. വളരെ ചെറുപ്പനാൾ മുതൽക്ക് തന്നെ ദൈവാശ്രയത്തിൽ വളരുവാൻ, സഭയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ വളരുവാനും നിലനിൽക്കുവാനും ദൈവം ഇവരെ ശക്തീകരിച്ചു. ഇവർക്ക് ലഭ്യമായിരിക്കുന്ന ദൈവിക പരിജ്ഞാനം, ദൈവിക ദർശനം തുടർന്ന നാളുകളിൽ അവരുടെ കുടുംബജീവിതത്തിന് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി ദൈവം നൽകുന്നതിന് വേണ്ടി അത് ക്രിസ്തീയ സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതം അവർ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പലതരത്തിലുള്ള വീഴ്ചകളുടെ മധ്യത്തിലും താഴ്ചകളുടെ മധ്യത്തിലും കെട്ടുറപ്പുള്ള കുടുംബജീവിതം നിലനിർത്തുവാൻ ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ തലങ്ങളിൽ ദൈവത്താൽ രൂപീകൃതമായിരിക്കുന്ന ഈ പുതിയ കുടുംബത്തെ നമുക്ക് ഓർക്കാം. പാർട്ടിഷിപ്പിലെ ഓ പെർഫെക്റ്റ് ലവ് എന്നാരംഭിക്കുന്ന സ്നേഹഗാനം പ്രാർത്ഥനാ ഗാനമായി നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന സനോജ്, ഡോണ,
എന്ന ദാസരുടെ മേൽ അവരുടെ കൃപ പകരുമാറാകണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമാറും ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടത് നിങ്ങളെ സകല ആത്മീക അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. നമ്മളെ സ്നേഹബഹുമാനമുള്ള ബൈജു ആൻസലൻ അവരുകളാണ് ഇതിനെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 13 വരെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുന്നു. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ വായിച്ചു കേട്ട തിരുവചന സത്യങ്ങളാൽ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിവ ഈ പ്രിയമക്കളെ ദൈവം പ്രാപ്തമാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹമുണ്ട്. വിവാഹ ജീവിതത്തിലൂടെ ഒരു കുടുംബമായി ഈ ദേശത്തിൽ ഒരു സാക്ഷിയോടെ മുമ്പോട്ട് വരുന്ന പുതിയ കുടുംബത്തിൽ എല്ലാവരും നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. കുടുംബമായി ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ദേശത്തിൽ കുടുംബമായി ദൈവത്തിന്റെ സാക്ഷിയായി ഇരിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നു. നീ ഞങ്ങളെ പരിപാലിക്കുന്നവൻ, നീ ഞങ്ങളെ വഴി നടത്തുന്നവരുമാണ്. ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവരുമായി കർത്താവേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച മക്കൾ എല്ലാവിധ നന്മകളെയും അനുഗ്രഹിച്ച് ആശ്രയിക്കുന്നു. ഞങ്ങളുടെ വചനത്തെ ധ്യാനിക്കുവാനായി കടന്നു ചെല്ലുന്നു. നീ ഞങ്ങളോട് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. എഫേസ്യർ 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് സ്നേഹം എന്നുള്ള ഒരു പരിശുദ്ധമായ ഒരു അവസ്ഥ. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് കാണാതിരിക്കുന്ന ഒരു വിഷയം സ്നേഹം തന്നെ. പല കുടുംബങ്ങളിലും ഇന്ന് ടെൻഷൻ, പ്രശ്നങ്ങൾ, അനേകം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ മേൽ ഉണ്ടായിരുന്ന, നമ്മുടെ കുടുംബത്തിന്മേൽ ഉണ്ടായിരുന്ന
ആ സ്നേഹം പലയിടത്തിലും ഒരു 10-20 വർഷം കഴിയുമ്പോൾ കുറഞ്ഞ് വരുന്നത് കാണുവാനായി കഴിയും. ദൈവിക കുടുംബങ്ങളിൽ നാം നോക്കുമ്പോൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന ആരാധനയിലും ദൈവിക സ്നേഹത്തിലും ആയിരിക്കുന്ന കുടുംബങ്ങൾ ഇന്നും സ്നേഹത്തിൽ മുൻപോട്ട് കടന്നു ചെല്ലുന്നു. ഇവിടെ ഭർത്താക്കന്മാരെ സഹോദരനോട് ദൈവം സംസാരിക്കുന്നത്, ദൈവവചനം സംസാരിക്കുന്നത്, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. വിവാഹ ജീവിതത്തിൽ അനേക വർഷങ്ങളായി പ്രവേശിച്ച് കുഞ്ഞുങ്ങളായി ഈ കുടുംബങ്ങളായി ഈ ദേശത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, നാമും നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് കഴിയണം. വായിച്ചു കേൾക്കുമ്പോൾ വേറെ ഏതോ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം എന്ന് ഒരിടത്തിലും പറഞ്ഞില്ല. സ്വന്തം, അവിടെ എടുത്തു പറയുന്നത്, സ്വന്തം ഭർത്താവിനെ നാം കീഴ്പ്പെട്ടിരിക്കണം. അപ്പൊ ഇന്ന് പലരും പറയും, എനിക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ കഴിയില്ല, എനിക്ക് നല്ല പൈസയുണ്ട്, എനിക്ക് നല്ല പഠിപ്പുണ്ട്, എനിക്ക് ഈ ദേശത്തിൽ എല്ലാം ഉണ്ട്, എന്റെ ഭർത്താവിനെ കീഴ്പ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നുവെങ്കിൽ നിനക്ക് എവിടെയോ തെറ്റിപ്പോയി. അപ്പോ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പൈതങ്ങൾ ഇവിടെ സാക്ഷിയായി നിൽക്കുമ്പോൾ നമ്മോടും ദൈവം സംസാരിക്കുന്നത് കീഴടങ്ങുന്ന ഭർത്താവിന് കീഴടങ്ങുന്ന ഉത്തമ ഭാര്യയായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഇവിടെ 23-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. ക്രിസ്തു നമ്മുടെ സഭയ്ക്ക് എപ്രകാരം തലയായി ഇരിക്കുന്നുവോ അപ്രകാരം നാം വിവാഹം കഴിച്ച, നാം വിവാഹ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്ത നമ്മുടെ ഭർത്താവും നമുക്ക് തലയായിരിക്കുമെന്ന് സ്ത്രീ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് ചിലയിടത്തിൽ പ്രതികൂലങ്ങൾ, ടെൻഷനുകൾ, നമ്മളെ ടെൻഷൻ പെടുത്തി ചിലവർക്ക് ഉണ്ടാവും. അവരുടെ എല്ലാവരുടെ തലയിലെ മുടിയും കുഴിയും ചൂട്, ഭയങ്കര ചൂട് കേൾക്കും. നമുക്ക് നാം ശ്രദ്ധിച്ചാൽ അറിയാം, സ്ത്രീകൾ ഭർത്താക്കന്മാരെ ടെൻഷൻ അടിപ്പിക്കും. ഈ ടെൻഷൻ കൊണ്ട് ഭർത്താക്കന്മാർ 100 വർഷം ജീവിക്കേണ്ടവൻ 50 വർഷത്തിലെ ഈ ടെൻഷനും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൊണ്ടുവരുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആത്മാവുള്ളവരാണോ എന്ന് ചിന്തിക്കുക. നാം ദൈവത്തിന്റെ ആത്മാവുള്ളവരെങ്കിൽ നമ്മിൽ സ്നേഹമുണ്ടാകും, നമ്മുടെ കുടുംബം സ്നേഹത്തിൽ മുൻപോട്ട് കടന്നു ചെല്ലും. ഇവിടെ 32-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, therefore a man shall leave his father and his mother and hold fast to his wife, and they shall become one flesh. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് തൻ ഭാര്യയോട് പറ്റിച്ചേർന്നിരിക്കും. തൻ ഭാര്യയോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ഈ നാളുകളിൽ ഓരോ ജീവിത സാഹചര്യത്തിലും പലരും പലയിടത്തിൽ കടന്നു ചെല്ലുന്നു. ദൂരമായി പോകുന്ന അനേകർ, വേദപുസ്തകം പറയുന്നു, ഞാനും നിങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം അവരോട് ചോദിച്ച് കുറച്ചു നേരത്തേക്ക് ദൂരമായി ഇരിക്കട്ടെ.
ബാക്കിയുള്ള എല്ലാ സമയവും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്നേഹത്തോടെ മുൻപോട്ട് കടന്നു ചെല്ലട്ടെ. വിവേകമുള്ള സ്ത്രീയായി ഇരിക്കട്ടെ. കുടുംബത്തിൽ സമാധാനത്തെയും സന്തോഷത്തെയും കൊണ്ടുവരുന്ന ഒരു പുരുഷനായി ഇരിക്കട്ടെ. ഇവിടെ ഒന്നാമതായി സ്നേഹം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദയയും പരോപകാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിശ്വാസത്തിലൂടെ കെട്ടിപ്പടുക്കുന്ന ഒരു കുടുംബമായി നാം മാറ്റപ്പെടട്ടെ. മൂന്നാമതായി കടമില്ലാതെ ഈ ലോകത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്ന ഒരു കുടുംബമായി നാം മാറ്റപ്പെടട്ടെ. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു കുടുംബം, ആരോഗ്യമുള്ള ഹസ്ബൻഡ്, ആരോഗ്യമുള്ള ഒരു വൈഫ്, ഇപ്രകാരമുള്ള ഒരു നല്ല പരസ്പര സഹകരണത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ഒരു കുടുംബമായി ഇരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ഞാൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഈ സമയത്ത് ഗായക സംഘം മംഗളഗാനങ്ങൾ ആരംഭിക്കും. ആ സമയത്ത് വധുവരന്മാർ വിവാഹാധാരത്തിൽ ഒപ്പുവെക്കും. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് കഴിവുണ്ടാകണമേ. നശികായ ജീവൻ കഴിവുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. സ്ത്രീയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളെ കഴിഞ്ഞ സൂക്ഷിക്കുന്ന പോലെ ഞങ്ങൾക്ക് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ ലഭിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. കർത്താവേ, അങ്ങ് ദാസനെയും ദാസിയെയും രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ സ്വസ്ഥലത്തിൽ നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവസിദ്ധനും നിത്യനുമായ പിതാവേ, അങ്ങ് മനുഷ്യവർഗത്തിന്റെ വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥ നിയമിച്ചു കൊടുക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവ് ഭാര്യയുമായപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മക്കളായ സനോജിന്റെയും ഡോണാമലിന്റെയും അങ്ങയുടെ അനുഗ്രഹം പകരണം. തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ട് ഒരുമിച്ച് തങ്ങളുടെ കുടുംബത്തിന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ട് തിരുവചനത്തിനനുസൃതമായി സ്നേഹത്തിൽ ജീവനിൽ നിന്ന് പരസ്പരം വിശ്വസ്തരായിരിക്കാൻ അങ്ങിവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോട് അപേക്ഷിക്കുന്നു. ആമേൻ. ജീവിതത്തിൽ പങ്കാളിയായ ഞങ്ങളുടെ കർത്താവും രക്ഷിതവുമായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ ദാസരുടെ ഭവനത്തിൽ അങ്ങ് കർത്താവും രാജവുമായി വാഴണമേ. അങ്ങ് മനുഷ്യർ ശുശ്രൂഷിച്ചതുപോലെ ഇവർ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ വരം നൽകണമേ. തങ്ങളുടെ ചുറ്റുപാടുള്ള ഗുണത്തെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങയുടെ രക്ഷയുടെ സ്നേഹത്തെ സാക്ഷിപ്പാൻ ഇത് അങ്ങ് ഇവർക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ പ്രകടിച്ചയ്ക്കായി ഇത് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് പിതാവുകളും വിശുദ്ധാത്മാവുകളുടെ ദൈവമായി കാലപ്രസംഗം ജീവിച്ചു വാഴുന്നല്ലോ. ആമേൻ. നിത്യനായ ദൈവമേ, കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് അവിടുന്ന് ആകുമല്ലോ. സനോജിന്റെയും
ഡോണാലിന്റെയും മേലെ അവിടുന്ന് കൃപ പകരണമേ. ഉത്തരവാദിത്തമുള്ള കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ അവിടുന്ന് തുണയ്ക്കണമേ. സന്താന ഭാഗ്യം നൽകി ഇവരെ ആശീർവദിക്കുകയും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷി വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും അവരവരുടെ വിവാഹത്തിന്റെ പ്രതിജ്ഞകൾ പുതുക്കുവാൻ ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അന്യോന്യം സ്നേഹത്തിൽ വളരുവാൻ ദൈവരാജ്യത്തിന്റെ അടിയാളമായി പരസ്പരം ശുശ്രൂഷിക്കുവാനുള്ള കൃപ പകരണമേ. അവിടുത്തെ കൂട്ടായ്മയിൽ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് സമാധാനത്തിന്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കാൻ സഹായിക്കണമേ. അങ്ങനെ അവിടുത്തെ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഉപകരണങ്ങളായിരിക്കാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് താഴ്മയായി അങ്ങോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ കർത്താവേ, ദൈവമേ, അങ്ങയുടെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴികളിലും അങ്ങയുടെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരും ഇപ്പോഴും നയിക്കും. പ്രത്യേകിച്ച് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സനോജ്, ഡോണ തുടർന്നുള്ള അവരുടെ ജീവിതത്തോട് ഇന്ന് നയിക്കും കാലാവസാനത്തോടായിരിക്കുമാറാകട്ടെ.